അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ സയ്യിദ് ഷാഹിദ് തങ്ങളാണ്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ രാമൻകുട്ടി തങ്ങളാണ്. ഇസ്ലാമിക ലോകത്തെവിടെയും ഇല്ലാത്ത ഒരു തങ്ങൾ പരമ്പര, ഒരു അഹ്ലു ബൈത്ത് പരമ്പര ഈ കേരളത്തിൽ മാത്രം നിലനിൽക്കുന്നുണ്ടെങ്കിൽ രാമൻകുട്ടി എന്ന പേരുള്ള ഒരാൾക്കും തങ്ങളായിക്കൂടെ? ഞാൻ ഇന്ന് എൻ്റെ ഒരു സഹോദരൻ എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. വീഡിയോ അയച്ചു? അതേതാ വീഡിയോ? അത് വലിയ സംഭവമാണല്ലോ. സുബ്ഹാനല്ലാഹ്, ഞാൻ ആ വീഡിയോ കണ്ടപ്പോ നിങ്ങൾ ഈ കാണിക്കണം തട്ടിപ്പിനും വെട്ടിപ്പിനും ഒക്കെ നിങ്ങൾ സുബ്ഹാനല്ലാഹ്, മാഷാ അല്ലാഹ്, തബാറക്കല്ലാഹ് എന്നൊക്കെ പറഞ്ഞാല്, ഈ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം എന്താന്ന് നിങ്ങൾക്കറിയോ? അള്ളാഹു എത്ര പരിശുദ്ധനാണെന്നുള്ളതാണ്. ഈ അള്ളാഹുവിനെ പരിശുദ്ധൻ എന്ന് പറയുന്ന ആ വാക്ക് നിങ്ങൾ ഈ കാണിക്കുന്ന തട്ടിപ്പിനും വെട്ടിപ്പിനും തോന്നിയാസത്തിനും മുന്നിൽ വെക്കാന്ന് പറയുമ്പോ ഏറ്റവും നീചമായ പ്രവൃത്തി അത് തന്നെയാണ്. ആകെ പ്രയാസത്തിലായി. കാരണം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ തങ്ങൾ ഏതാണോ, ഹാമിദ് തങ്ങൾ സയ്യിദവറുകൾ ഏതാണോ, ആര് ഹാമിദ് തങ്ങൾ സയ്യിദവറുകൾ അല്ലെ, മൂപ്പരത് ഈ നാട്ടിലുള്ള എല്ലാവരും കാണുന്നുണ്ട്. ആരാണ്, എന്താണ് പ്രതിഭാസം എന്നും. ഇന്നലെ ഒരു പെണ്ണ് ലൈവിൽ വന്ന് എന്തൊക്കെയോ പറഞ്ഞു. കുറച്ച് ദിവസം മുമ്പ് ഒരു ചങ്ങായി പറഞ്ഞു ഓന്റെ പെണ്ണുങ്ങള് ഓൻ ഒഴിവാക്കി തങ്ങൾ ഇടക്കിടക്ക് പെരിയിൽ വന്നാണെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ എന്തെങ്കിലും ഒന്നും ഇല്ലാതെ പറയില്ലല്ലോ. അപ്പോ ഇതൊക്കെയാണ് ഈ പറഞ്ഞ ഹാമിദ് തങ്ങളെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ നിങ്ങൾക്ക് എന്താ വേണ്ടേ? എന്നും അറിയാതെ ഒരുപാട് ആഭാസത്തരങ്ങൾ. അയാൾ ഒരു തങ്ങളാണെങ്കിൽ അയാൾ ഈ ലൈവിൽ ഇരുന്നിട്ട് റസീന താത്ത, സക്കീന താത്ത ലൈവിൽ വരുന്നില്ലേ? എന്തെങ്കിലും ലൈവിൽ പറയുന്നത് നെറ്റിലേറ്റാണോ? നെറ്റില്ലാക്കാന്നൊക്കെ പറഞ്ഞ് മോശമല്ലേ സക്കീന താത്ത എന്നൊക്കെ പറഞ്ഞ് ഈ താത്തമാരോട് ഇങ്ങനെ ചിങ്കാരം പറഞ്ഞിരിക്കുന്ന ഇയാളെന്ത് തങ്ങള്? നിങ്ങൾക്ക് തങ്ങൾ എന്ന് പറഞ്ഞിട്ട് എന്തും പറയാ, എന്തും ചെയ്യാ. ബാക്കിയുള്ളവർ കാട്ടുന്ന മുഴുവൻ ആഭാസത്തരം, ചെറ്റത്തരം വിളിച്ച് പറയുന്ന ഒരു വീഡിയോ ആണ് ഞാൻ കണ്ടത്. ഹലോ, അസ്സലാമു അലൈക്കും ചങ്കാളെ. നിങ്ങൾക്കൊരു രസം കേൾക്കണം. മാണിക്ക കലായഞ്ച പൊగ్గരാളെ. ഞാനിച്ച് ശ്വാസം മുട്ടിയിട്ട് ഞാൻ പോകാനൊരു വാക്കില്ല ഡോക്ടർമാരെടുത്ത്. അതിൻ്റെ തുണക്കാറ്റ് പറഞ്ഞ അമിതാത്ത അങ്ങനെ ഒരു പിന്നെ തങ്ങളുണ്ട് പാണ്ടിക്കാട്. എന്താ അയാളെ പേരൊന്നും അറിയില്ല. ആ തങ്ങൾ ഇപ്പം അവരുടെ കേടിയും കിട്ട തങ്ങൾ പാണ്ടിക്കാട്, പിന്നെ മേരെ കൊടക്കാട്. അതിൽ അവിടെ ചെന്ന് ആറ്റക്കോയത്തങ്ങളാണ് പോലെ മാണിക്ക കല്യാളെ വല്ലാത്തൊരു ആറ്റക്കോയത്തങ്ങളായി. അതിൻ്റെ അടുത്ത് ചെന്നിച്ച് 150ാമത്തെ ആ സഹോദരി പറയുന്നുണ്ട്, പാണ്ടിക്കാട് കൊടക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിരുന്നു. പാണ്ടിക്കാട് എന്താ അയാളെ പേരൊന്നും അറിയില്ല. ആ തങ്ങൾ ഇപ്പം അവരുടെ കേടിയും കിട്ട തങ്ങൾ പാണ്ടിക്കാട്, പിന്നെ മേരെ കൊടക്കാട്. അതന്നെ പച്ച കള്ളമാണ്. പച്ച കള്ളം എന്ന് പറഞ്ഞാൽ പച്ച കള്ളത്തരം വിളിച്ചു പറയാം. കാരണം ഹാമിദ് തങ്ങൾ അടുത്ത് വരാൻ ഒരുപാട് ആളുകൾ മാസങ്ങളോളം വിളിച്ച് ബുക്ക് ചെയ്തിട്ടാണ് സയ്യിദവറുകളെ കാണാൻ പറ്റുന്നത്. ഈ സഹോദരി അതന്നെ ഒരു പച്ചക്കള്ളമാണ് നിങ്ങൾ പറഞ്ഞില്ലേ? അതല്ല പച്ചക്കള്ളം. നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞതാണ് പച്ചക്കള്ളം. നിങ്ങൾ ആ വെച്ച കൊടിമരത്തിന്റെ ചോട്ടുക്കും നിങ്ങളെ തങ്ങൾ പാപ്പാന്റെ അടുത്തേക്കും തങ്ങൾ പാപ്പ അങ്ങോട്ട് പോയത് കേസുകൾ മാസങ്ങൾ ബുക്ക് ചെയ്തിട്ടാണെന്ന് പറയുമ്പോ അതൊരു പച്ചക്കള്ളം തന്നെയാണ്. പച്ചക്കള്ളം എന്ന് പറഞ്ഞാൽ പോരാ, കല്ല് വെച്ച അല്ലെങ്കിൽ പാറക്കണ്ടം കൊടുന്ന് വെച്ച കള്ളം. ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, ഹാമിദ് തങ്ങളെ നമ്പർ ആരുടെയും കയ്യിലുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. പൊന്നാരഞ്ച മാണിക്ക കല്യാളെ, ഇഞ്ച കാല് സുഖമില്ലായിട്ട് കുറേ കാലയിക്കണ്. എത്രങ്ങാനും മരുന്ന് കുടിച്ച് നിങ്ങൾ ആ മോലിയാരെ നമ്പറൊന്ന് വിട്ടു തരേണ്ടിട്ട്. ഇഞ്ച കാല് വേദന ഒന്ന് മാറാനാ. അതിൻ്റെ അടുത്ത് പോയാൽ മാറുമെങ്കിൽ പോകേനി. പിറ്റേത്തെ ദിവസം തന്നെ ഹാമിദ് തങ്ങളെ പോയി കണ്ടുകിടുന്നാണ് പറയുന്നത്. അത്രക്കും മോശമായ ഒരു വീഡിയോ ആണ് ഞാൻ കാണാൻ ഇടയായത്. അല്ലട ചങ്ങായി, എനിക്ക് ഇത്ര അന്തല്ലല്ലോ. ഇത് ഇത്ര വലിയൊരു പാമരനായി പോയല്ലോ എന്നുള്ള. എടാ ചങ്ങായി, ഒരു നമ്പർ ഒരാൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തുള്ളവരോട് ചോദിക്കും. അതിൽ കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലിടും, ഇല്ലെങ്കിൽ ഫേസ്ബുക്കിലേലും ചോദിക്കാൻ പറ്റുമോ നോക്കും. ഇതൊരു താത്ത ലൈവിൽ വന്ന് ചോദിച്ചു, അതിന്റെ അടുത്ത് നമ്പർ ഇല്ലാത്തതുകൊണ്ട്. അല്ലാത്തത് ആ ഒരു കാര്യം ഇട്ടിട്ട് മാസങ്ങളിൽ ലൈനിൽ നിൽക്കുകയാണെന്ന് പറയുമ്പോ ഈ ഏത് പൊട്ടനാണ്?
ആരേക്ക് പൊട്ടനാക്കണത്? തന്ത കുത്തുന്നൊക്കെ കൊടിന്റെ മുകളിൽ കാക്കച്ചിയാളല്ല തന്ത കുത്തുന്ന ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് വഹി കിട്ടി എന്ത് തന്തന്റെ തലയായക്ക് വഹി കിട്ടിയത്. പിന്നെ അയാൾ പറഞ്ഞു എല്ലാ മോര്യന്മാരും പിന്നെ വാട്സാപ്പിലുണ്ട്, പിന്നെ യൂട്യൂബിലുണ്ട്, ഓർക്ക് പൈസ കിട്ടാനാ എല്ലാ മോര്യന്മാരും യൂട്യൂബിലുണ്ടായിരുന്നു. അയാൾക്ക് എന്താ പെണ്ണുങ്ങളെ കിട്ടാനാ യൂട്യൂബിലുണ്ട്. അയാൾ കാണുന്ന ആൾക്കാരോടൊക്കെ അയാളെ പിന്നെ ഇത് കൊടുക്കുക, ഏത് കവർ കൊടുക്കുക, തേൻ കൊടുക്കുക, പാല് കൊടുക്കുക, പിന്നെ അയാൾ പിന്നെ വെള്ളം ഊതി കൊടുക്കുക, പിന്നെ അയാൾ എല്ലാവർക്കും പൈസ ഇടാൻ അയാളെ ഫോണിന്റെ ഇത് കൊടുക്കുന്നത്. അപ്പൊ എന്റെ പേരുണ്ടല്ലോ. കാരണം എൻ്റെ വാപ്പാനെയും അതുപോലെ തന്നെ എൻ്റെ ഉമ്മാനെയൊക്കെ പറഞ്ഞിട്ട് ഇറക്കിയ അതിപ്പോ ഇന്റെ കാരണവരും നല്ലത് ചെയ്താലും അനുസ്മരിക്കുക എന്റെ വാപ്പാനെയും ഉമ്മാനെയാണ്. തെണ്ടിത്തരം കാട്ടിയാലും അനുസ്മരിക്കുക എന്റെ വാപ്പാനെയും ഉമ്മാനെയാണ്. അത് ഇജ്ജായാലും എന്റെ കാരണവരാണെങ്കിലും ഇനിയിപ്പൊ ഞാൻ തന്നെ കാട്ടിയാലും ശരി, നമ്മൾ ചെയ്യുന്നതിന് ഒന്ന് അനുസ്മരണം വരിക നമ്മളെ വാപ്പാക്കും ഉമ്മാക്കും തന്നെയാണ്. അപ്പൊ തെണ്ടിത്തരം കാട്ടാതെക്കുക, അല്ലാതെ കുഴപ്പമില്ല. പറയിപ്പിച്ച ആൾക്കാർ പറയും. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞോലും പഠിച്ചോലും തമ്മിലായിക്കോട്ടെ, അതിനെ പറ്റി ഇത്ര ഇടങ്ങാറാവേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ തെണ്ടിത്തരം കാട്ടി നടക്കുന്നത് നിർത്തി നോക്കണേ, ആരും പറയില്ലല്ലോ. ഒരു വീഡിയോ ആണ് കണ്ടത്. ആ അഹ്ലു ബൈത്ത് സയ്യിദ് ആറ്റക്കോയ തങ്ങൾ പാപ്പാക്ക് എന്താ അഹ്ലു ബൈത്ത്? ആര് അഹ്ലു ബൈത്ത്? അഹ്ലു ബൈത്ത് ആവാനുള്ള യോഗ്യത എന്താണ്? കുട്ടി ഇസ്ലാമിക ലോകത്തില്ലാത്ത ഒരു അഹ്ലു ബൈത്ത് ഈ കേരളത്തില് എല്ലാ ബസ് സ്റ്റോപ്പിലും അഹ്ലു ബൈത്ത്, എല്ലാ മുക്കിലും മൂലയിലും തങ്ങന്മാര്. കേരളത്തിൽ തങ്ങന്മാർ അത്ര മനുഷ്യന്മാര് ബാക്കിയുള്ളവരില്ല എന്നുള്ള. ഹാമിദ് തങ്ങൾ മാത്രല്ല, വേറെ ഉണ്ട് 5 മക്കള്. അള്ളാഹു അല്ല ചങ്ങായി, ഈ 5ഉം ഹാമിദിനെ പോലെ തന്നെയാണോ? എന്നാ പിന്നെ ഉമ്മാക്കും വാപ്പാക്കും അനുസ്മരണത്തിന് ഒരു കുറവുണ്ടാവില്ല കേട്ടോ. അത് അഹ്ലു ബൈത്തായി ഇറക്കിയതാ. അതിന്റെ നിങ്ങളെ വരുമാനത്തിന് വേണ്ടിയിട്ട് അള്ളാന്റെ പേരിൽ കളവ് പറയലിട്ടോ. അള്ളാഹു മരത്തുമ്പോ ഇറക്കിയതോ അതോ ആകാശത്ത് ഇറക്കിയതോ എവിടുന്ന് ഇറക്കിയാന്ന് പറയാൻ വേണ്ടിട്ട് നിങ്ങള് ഇടയില് പെണ്ണുങ്ങളെ കാര്യവും പറഞ്ഞിട്ട് അതുപോലെ തന്നെ സമ്പത്തിന്റെ കാര്യവും പറഞ്ഞിട്ട് ശരിക്കും നിങ്ങൾ രണ്ടാളും ഒരു വാപ്പാക്ക് ജനിച്ചതാണെങ്കിൽ ഈ എന്റെ കാരണവല്ല ലൈവ് എടുത്ത് നോക്കൂണ്ടി. സമ്പത്തിന്റെ കാര്യവും പെണ്ണുങ്ങളെ കാര്യവും അല്ലാതെ അതിൽ വേറൊരു പരിപാടിയില്ല. താത്ത, റസീന താത്ത, സക്കീന താത്ത എന്ന് പറയാ. 1, 2 പൈസ അവിടെ കൊടുക്കി, പൈസ ഇവിടെ കൊടുക്കി, പൈസ അപ്പുറത്ത് കൊടുക്കി, പൈസ പേപ്പറിലടി, പൈസ കവറിലടി, പൈസ കേസിലടി. ആ ഒരു വർത്താനല്ലാതെ വേറൊന്നുമില്ല. അതന്നെ സമ്പാദ്യം. ആ സഹോദരി അതിൽ പറയുന്നുണ്ട്. ആ സഹോദരിയുടെ കയ്യിലുള്ള 100 രൂപക്ക് വേണ്ടി സയ്യിദ് അവറുകൾ നോക്കി നിൽക്കുകയാണ്. ഇയാൾ ഈ 100 റുപ്യരെ കജ്ജ് പൊടിച്ചിട്ട് ഈ 100 റുപ്യമൊക്കെ നോക്കും, ഇഞ്ച മോത്തുക്കും നോക്കും. അപ്പൊ ഇന്നെ പറ്റ അയാൾ ചെറിയ പക്കാരത്തിയല്ലല്ലോ. ഞാൻ പറയും ഉസ്താദെ തങ്ങൾ ഉസ്താദെ എങ്ങനെ ശ്വാസം മുട്ടിയിട്ട് ഒരുപാട് സ്ഥലത്ത് പോയി മാറായിട്ട് പോകുന്നതാണ് ഞാൻ. അയാൾ ആ ഭാഗത്തൊക്കെ കൊഞ്ചിലിൻ്റെ പൈസ ഒക്കെ നോക്കും. അവസാനം അയാളായിട്ട് ഒരു പാത്രത്തിലുണ്ട് കുറച്ച് പൊന്ന് വേണ്ട ഒരു വേറൊരു ചങ്ങായി എത്തുന്ന ഇതെത്ര മാലുണ്ടോക്കിയാ അന്റെ ഷറഫാക്കപ്പെട്ട ഇക്കാക്കാന്റെ പോരിശാണ് പറഞ്ഞത്. ഇതെത്ര മാലുണ്ടോക്കാം, ഇതെത്ര പവണ്ടോക്കാം, ഇതെത്ര നോട്ടുണ്ടോക്കാന്ന് തന്നെ പറയണുള്ളൂ. ഇയാൾ ഈ പൈസ കണ്ട് കണ്ണ് തള്ളിക്കണു. കമ്മലുണ്ട്, ഇഞ്ഞും കമ്മലുണ്ട്, ഇഞ്ഞും മാലുണ്ട്, ഇഞ്ഞും മോതിരണ്ട്. ആ ബാണി മാത്രം ഞാൻ കൊറേ കുത്തുന്നങ്ങാണ്ട് ഞാൻ അങ്ങോട്ട് തിരിച്ചു പോകും. എന്തൊക്കെ ആഭാസത്തരങ്ങളാണ് വിളിച്ച് പറയുന്നത്. ആരെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ മുറ പോലെ പറയണം. ആ താത്താന്റെ പറച്ചില് കേട്ടിട്ട് ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ട് പറയാണെന്ന് എന്തുകൊണ്ടാണ് എനിക്ക് തോന്നിയത്? എവിടെയാണ് അവിടെ മിസ്റ്റേക്ക് വന്നത്? പക്ഷെ എനിക്കൊരു കാര്യം കേൾക്കണോ, അന്നോട് ആരെങ്കിലും പറയാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ മട്ടം പോലെ കൈകാര്യം ചെയ്യണം. അല്ലാതെ അവിടെ കിടന്ന് എന്തെങ്കിലും വളവള പറയല്ലേ. കാരണം ഈ വീഡിയോ ഇരുന്നിട്ട് ഞാൻ ശ്രദ്ധിച്ചപ്പോഴാണ് നിങ്ങൾ എന്റെ വാപ്പാക്കും അതുപോലെ തന്നെ എന്റെ ഉമ്മാക്കൊക്കെ പറയുന്നത് കേട്ടത്. അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ, ഒരുത്തൻ തട്ടിപ്പ് നടത്തുമ്പോ വാപ്പി ഉമ്മി തന്നെ കേൾക്കുക, അതിന് സംശയമൊന്നുമില്ല. നിങ്ങൾ 5 ആളും കൂടിയിട്ട് തട്ടിപ്പ് നടത്തി നോക്കണി, 5 ആളെയും കൂടി പേരില് വാപ്പാനെയും ഉമ്മാനെയും എല്ലാരും അനുസ്മരിക്കും. അതിനാരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ആൾക്കാരെ പറ്റിച്ച് ജീവിക്കുമ്പോ അത് ഇങ്ങനെ ഓരോരുത്തർക്ക് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി വരുമ്പോ എല്ലാരും വാപ്പാനെയും ഉമ്മാനെയും കുറേശ്ശെ അനുസ്മരിക്കും. അത് നിങ്ങളെ ഗുണം കൊണ്ടാ. ആ ഗുണം കാട്ടിയിട്ട് വാപ്പാനെയും ഉമ്മാനെയും അനുസ്മരിച്ചു എന്ന് പറഞ്ഞിട്ട് അതിനിടെ മുതലക്കണ്ണീര് ഒഴിക്കുന്നതില് യാതൊരു കാര്യമില്ല. തന്തിയും തറപാടും ഇല്ലാത്ത ഏത് തന്തല്ലാത്ത നായ്ക്കുണ്ടായ മനസ്സിലാവോ? തങ്ങളല്ല തന്തല്ലാതെ ഉണ്ടായ മനവും കള്ള. നിങ്ങൾ ഈ ചികിത്സയും മന്ത്രമൊക്കെ നടത്തിയിട്ട് എന്തെങ്കിലും അസുഖം കൊണ്ട് ഈ ആദ്യ താത്താര് വരുമ്പോ കയ്യിൽ കിടക്കണ 100 റുപ്യാണോ 500 റുപ്യാണോ നോക്കാൻ നിൽക്കണ്ട. അതാണ് ചികിത്സിച്ചളി. എന്നാ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അതിനുള്ള കഴിവില്ല എന്ന് പറയണം.
അല്ല നിങ്ങൾ 5000 10,000 കൊണ്ടുവരണം എന്ന് പറയണം. കൈ കാണുന്ന 100 നോട്ട് കണ്ട് അത് പോരാന്നുള്ളവർക്ക് അതിനെ വെയിറ്റ് ചെയ്യാന്ന് പറയും. കാരണം ചിലപ്പോ അത് കുറെ ദൂരം യാത്ര ചെയ്ത് വന്നതാവും. എന്നിട്ട് പിന്നെ ഈ കോല അവഗണിച്ചാല് ബാപ്പാനെയും ഉമ്മാനെയും കുടുംബത്തിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓലൊക്കെ അനുസ്മരിക്കും. പറഞ്ഞിട്ട് കാര്യമില്ല, മനുഷ്യനല്ലേ, തെറ്റു പറ്റൂലേ, മനുഷ്യനും വികാരം വിചാരമൊക്കെ അല്ലേ. രക്തത്തിന് പോണ കൊള്ളുടിച്ചില കോപാലല്ലേ ഇന്ന് ആര് ചെന്നാലും സലാത്ത് പത്തി ചെല്ലിക്കോളി. മരിച്ചു പോവേണ്ടതാണ് നിങ്ങളൊക്കെ അറിഞ്ഞാൽ ഊഹാഭോഗം വെച്ച് അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു തന്നിട്ട് ഈ പറഞ്ഞ ഊഹാഭോഗം, ഈ പറഞ്ഞ മറ്റുള്ളവർ പറഞ്ഞു തന്നിട്ടും പറയല് അത് നിന്റെ പരിപാടിയായിരിക്കും. കാരണം അനക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ എന്റെ പൊന്നാരക്കാക്കാന്റെ ഗുണം ഈ ലൈവിലും യൂട്യൂബിലും കയറി ഒന്ന് നോക്കാം. അപ്പൊ ഊഹാണോ ഊഹാഭോഗാണോ എന്താന്ന് അനക്കെന്നാണ് മനസ്സിലാവും. നിങ്ങൾ എന്ത് ചെയ്യുന്നത്? നിങ്ങൾ വീഡിയോ ഇറക്കുന്നു. നിങ്ങൾക്ക് വാപ്പാനിമാനെയും അനുസ്മരിപ്പിക്കാന് ഹാമിദിന് മാത്രമല്ല കഴിവുള്ളൂ കേട്ടോ, താങ്കൾക്കും കഴിവുണ്ടെന്ന് നിങ്ങൾ ചെറുതായിട്ട് തെളിയിച്ചു വരുന്നുണ്ട്. വൈകാതെ നിങ്ങൾ ചിലപ്പോ ആ പരിപാടി തുടങ്ങുകയും ചെയ്യും. അതിനുള്ളൊരു ട്രെയിനിങ് ആണ് ഇതൊക്കെ. ആവശ്യം നിങ്ങളെ യൂട്യൂബ് റീച്ച് ആകലാണ്. അതൊരു അഹ്ലു ബൈത്തിനെ വെച്ചെന്നെ കളിക്കണോ? പുട്ടില് തേങ്ങ പോലെ നായികക്ക് 40 വട്ടം അഹ്ലു ബൈത്ത് എന്ന് പറഞ്ഞാൽ അഹ്ലു ബൈത്ത് ആവില്ല. അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല. ദുനിയാവിൽ അങ്ങനെ ഒരു പരിപാടിയല്ല. എന്നിട്ട് പിന്നെ അയാൾക്ക് അതിനൊക്കെ അഹ്ലു ബൈത്തിന് ഉപയോഗിക്കണോ എന്ന് ചോദിക്കുക. എന്നിട്ട് ഈ ആൾക്കാരുടെ ഇടയിൽ പണപ്പിരിവ് നടത്തിയിട്ട് പള്ളിയും വീർപ്പിച്ച് നടക്കുക. ഈ ആളുകളിൽ പണം പിരിച്ച് അർഹതയില്ലാത്ത സമ്പാദ്യവും സമ്പാദിച്ച് ജീവിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഉത്തമം റോഡ് സൈഡിലൊക്കെ കാണൂലേ ഭിക്ഷക്കാര്, ആ പണി എടുക്കാണ്. എന്നാ പിന്നെ തരുന്നോല് എന്ത് ചെയ്യും? സന്തോഷത്തോടു കൂടി തരും. ഇത് തന്നു കഴിഞ്ഞ് പിറ്റേന്ന് നിങ്ങളെ കണ്ണുപോലും കാണുമ്പോ ആളുകൾക്ക് തന്നതിന്റെ ഖേദാണ്. ഇതിനാണ് എന്റെ ഉപ്പാനെ വിളിച്ച് പറയാ, അതുപോലെ തന്നെ എന്റെ കുടുംബങ്ങളെ വിളിച്ച് പറയാ ആ മനുഷ്യന് അങ്ങനെ ഇല്ല ഇങ്ങനെ ഇല്ല എന്ന്. ഈ സ്ത്രീയോട് എനിക്ക് ചോദിക്കാനുള്ളത് ഒരു കാര്യമുണ്ട്. നീ തങ്ങളിപ്പോ അപ്പൊ ആ ചോദിച്ചാലുള്ള ചോദ്യം ആദ്യം ചോദിച്ചാ പോരേനോ? എന്തായാലും ചോദിക്കുക, കേക്കട്ടെ. നമ്മളൊന്നും കൊടക്കാട് വന്നിട്ടുണ്ടെങ്കിൽ അത്രയും ജനങ്ങൾ അങ്ങോട്ട് വരുന്നതുണ്ടെങ്കിൽ അവിടെ അള്ളാഹു നിഅമത്ത് കൊടുത്തുകൊണ്ട് തന്നെയാണ്. ആൾക്കാർ വരുന്നതിനനുസരിച്ചാണ് അള്ളാഹു നിയമത്ത് ഇറക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിലോ അല്ലെങ്കിൽ എന്റെ ജ്യേഷ്ഠന്റെ വീട്ടിലോ ഒന്നല്ല നിയമത്ത്. ഈ അടുത്ത കാലത്താണ് കുംഭമേള നടന്നത്. ഏറ്റവും വലിയ നിയമത്ത് അവിടെ തന്നെ. അതിലപ്പുറത്ത് നിയമത്ത് നടന്നത് ഓലൊക്കെ മുങ്ങി കുളിച്ച തീട്ട കുഞ്ഞിലും. നിങ്ങൾ അള്ളാഹ്ക്ക് നിയമത്ത് ഇറക്കാൻ പഠിപ്പിക്കരുത് കേട്ടോ. അല്ലാതെ ഈ ഹാമിദ് തങ്ങളെ പത്താരം വിളിച്ച് തല്ലിക്കും, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ അവിടെ ചെന്ന് ഇങ്ങനെ ചെയ്താൽ മതി എന്ന് മറ്റുള്ളവരോട് ഈ വീഡിയോയില് പിന്നെ മുടി വെട്ടിക്കുന്നു, അതാക്കും ഇതാക്കും എന്നൊക്കെ പറഞ്ഞ് വെമ്പ് വിളിച്ചിരുന്നു നിങ്ങള്. ആള് തങ്ങളും നല്ലായി കണക്കൻ ചാത്ത മാർക്കത്ത് കൂടിയതാ. ഞാൻ അയാളുണ്ട് നിന്റെ പൊന്നാര മണിക്കാരൻ എന്റെ അന്നത്തെ സമയം പോയി അയാളെ തൊഴിലപ്പോലെ അടിച്ചട് കൊഴിച്ചു. ഞാൻ പറഞ്ഞ സത്യാവസ്ഥ നോണിയല്ല. ഇന്നപ്പോഴത്തെ ഒരു 10 പെണ്ണുങ്ങൾ ഇയാളെ ഒരു പൂട്ടിട്ട് കപ്പാടെ അയാളെ കൂടി അയാളെ അണപ്പല്ലടിച്ചു. എന്ത് മോദിയാർ അയാൾ, എന്ത് വർക്കത്തും കുരുക്കത്തൊക്കെ ഇവിടെ തൊട്ടുന്നത്. ബേക്കിലുണ്ട് 2 ബാലുണ്ടല്ലോ മുടിന്റെ വാര്, അതിന് വെട്ടിയിട്ട് അയാളെ നല്ലോടെ ചവിട്ടത്ത് 4 പൂച്ചണം. ആറ്റക്കോയ തങ്ങൾക്ക് ഇന്നുണ്ട് 5 മക്കള്. മനസ്സിലായോ? കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് ശരി, അത് മനസ്സിലായിരുന്നു. ആ ഒരു ഗുണം ഇയ്യും കാണിക്കുന്നുണ്ട്. പക്ഷെ ഇയ്യും കൂടി എന്ത് ചെയ്യല്ലേ, എന്റെ വാപ്പാനെയും ഉമ്മാനെയും അനുസ്മരിപ്പിക്കല്ലേ ദയവ് ചെയ്തിട്ട്. ഐറ്റങ്ങള് കിടക്കണോടത്ത് കിടന്നോട്ടെ. ഇറക്കുക. അല്ലാതെ എനിക്ക് ഈ സയ്യിദ് അവറുകളെ പേരില് ഞാനൊരു വീഡിയോ ഇട്ടാൽ എനിക്ക് വലിയ റീച്ചിലേക്ക് ഞാൻ പോകുമെന്ന ഒരു ചിന്താഗതിയാണ് ഈ സ്ത്രീക്ക് ഉണ്ടായത്. ഈ സ്ത്രീ ആ ഒരു സ്ത്രീ നിങ്ങളെ വാപ്പാനെയും ഉമ്മാനെയും അനുസ്മരിച്ചപ്പോ നിങ്ങൾക്ക് വേദന ഉണ്ടായില്ലേ? ഒരു സുഹൃത്ത് 2 വർഷം മുമ്പ് തോന്നുന്നുണ്ട് നിന്റെ ജ്യേഷ്ഠനെ വിളിച്ചിട്ട് എന്തിനാണ് ഈ ആളുകളെ മുഴുവൻ പറ്റിക്കണെന്ന് ചോദിച്ചപ്പോ ഓന്റെ വാപ്പാക്കൊരു വിളി വിളിച്ചിരുന്നു എന്റെ ജ്യേഷ്ഠൻ, ഈ പറഞ്ഞ അമീദാക്ക. അപ്പൊ ഓൽക്ക് വിളിക്ക, നിങ്ങൾക്ക് വിളിക്ക, ബാക്കിയുള്ളവർക്ക് വിളിക്കാൻ പറ്റൂല. ഇവിടെ പഴയ വീഡിയോകളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്താൽ അറിയാം. ഞങ്ങള് നല്ല വലിയ പേരൊക്കെ കയറ്റി ഒരാഴ്ച സമാധാനായി പോയി. പിന്നിട്ട് പണിയില്ല, ആകെ കച്ചറിയും. വീട്ടിന് വർക്കത്തില്ല, ഇല്ല കച്ചറിക്ക് വരുമാനമുണ്ട്. പണി തോരാത്തൂല, പണിക്ക് പോകാനും വെച്ച ഇല്ല, കഴിയില്ല. കുട്ടികൾക്കൊന്നും സ്കൂൾക്കും പോകാൻ തോന്നില്ല. ഇല്ല. കാരണം ഈ സ്ത്രീ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ സ്ത്രീ അഹ്ലു ബൈത്തിനെയാണ് പറയുന്നത്. ഈ ഇടക്കിടക്ക് അഹ്ലു പൗത്തു അറിയണ്ടല്ലോ. ഇത് ഇസ്ലാമിക ലോകത്ത് അഹ്ലു ബൈത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടിയേ ഇല്ല.
അങ്ങനെ തെറ്റിദ്ധാരണ എനിക്കുണ്ടെങ്കിൽ ആളുകൾ ആ ഒരു വാക്കുമ്പോ പിടിച്ചു നിർത്താന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ കാലം കുറെയൊക്കെ മാറിയിരിക്കണ്. പക്ഷെ ആൾക്കാർക്ക് വലിയൊരു മാറ്റം ഇല്ലെങ്കിലും ചെറുതായിട്ടൊക്കെ മാറി വരുന്നുണ്ട്. ഒക്കെ മാറും കേട്ടോ. ഈ പാമര ജനങ്ങളൊക്കെ പറ്റിക്കണീന് ഒരു അവസാനം ഉണ്ടാവുന്ന ഇയും എന്റെ കാരണവരും നിങ്ങൾ ബാക്കി 5 മക്കളോ 6 മക്കളോ ആരാളാ വെച്ചാ പോലും ഒക്കെ ഒന്ന് ഓർക്കണം നല്ലതാ. പല കോലത്തിലും പല രീതിയിലും വേട്ടയാടുമ്പോഴോ ഞങ്ങളൊക്കെ ഇതേ സീറ്റിലും ഇതേ തൊപ്പിയാണ് ഇനി ഇരിക്കുന്നത്. ഞങ്ങളിൽ ഹക്ക് ഉണ്ടായതുകൊണ്ടാ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതേ രീതിയിൽ നിൽക്കുന്നത്. ആർക്ക് എന്ത് തെളിയിക്കാനുണ്ടെങ്കിലോ എന്തിനും എവിടെയാണെങ്കിലും ഞങ്ങൾ വരും. നിങ്ങൾ എന്നു മുതലാണ് ഈ തൊപ്പിയും ആ വെള്ളക്കുപ്പായിട്ട് ആ ഇരുത്തിരിക്കൽ തുടങ്ങി? 2020 ശേഷമല്ലേ? അല്ലെങ്കിൽ 2018 ശേഷമല്ലേ? അല്ലെങ്കിൽ 2015 ശേഷമല്ലേ? അതിന്റെ മുമ്പ് നിങ്ങൾക്ക് ഇല്ലല്ലോ. എവിടുന്ന് കിട്ടി നിങ്ങൾക്ക് ആ ഇരുത്തം? എവിടുന്നാണ് നിങ്ങൾക്ക് ആ ഇരുത്തം കിട്ടിയത്? എങ്ങനെയാണ് ആളുകൾ നിങ്ങളെ വാപ്പാനെയും മാനെയും അനുസ്മരിക്കാതിരിക്കുക? നിങ്ങൾ ഇങ്ങോട്ട് വരിക. അല്ലാതെ നിങ്ങൾ ഈ കമന്റുകളില് അല്ലെ മെസ്സേജുകള് നിനക്ക് വിയർപ്പിന്റെ അസുഖമുണ്ടോ അല്ലെങ്കിൽ ജോലിക്ക് പോയിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾക്ക് ഞങ്ങൾക്ക് മറുപടി കൊടുക്കാൻ അറിയാനിട്ടല്ല. ഞങ്ങൾ ഇതേ സ്ഥാനത്ത് ഇതേ സീറ്റില് ഞങ്ങൾക്ക് അള്ളാഹു ഏൽപ്പിച്ചിരുന്ന ജോലി ഞങ്ങൾ ചെയ്തിരിക്കും. ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ പുതിയൊരു അവതാരമായിട്ട് തുടങ്ങുന്നതുകൊണ്ട് പറയാണ്. കാരണം എന്താ പറയുക, ഇതൊക്കെ പരമ വിഡിത്താണ്. അള്ളാഹു ഏൽപ്പിച്ച ജോലി, അള്ളാഹു എന്താണ് ഏൽപ്പിച്ചത് നിങ്ങളെ? നിങ്ങൾ സംഘന്മാരാണെന്ന് പറഞ്ഞിട്ട് നൂലൂതി കെട്ടാനും മുട്ടമ്മൽ എഴുതാനും ചട്ടി ഉടക്കാനും തേങ്ങ ഉടക്കാനും ഒക്കെ അള്ളാഹു നിങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് കണ്ട് കൂതി. ഇതൊക്കെ എവിടുന്നാ വരുന്നത്? ഇസ്ലാമിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ബുക്ക് എടുത്തൊന്ന് വായിച്ചിട്ടെങ്കിലും പഠിക്കുക. എന്നിട്ട് വാ ലൈവ് ഇടാനും വീഡിയോ ഇടാനും ഒക്കെ. അല്ലാത്ത പക്ഷം എന്റെ കാരണവരെക്കാൾ കഷ്ടാവും എന്റെ അവസ്ഥ. നാട്ടുകാരെ കൊണ്ട് ഉമ്മാനെയും ഉപ്പാനെയും ഒട്ടനവധി പ്രാവശ്യം സ്മരിപ്പിക്കും. അതിന് ഞങ്ങളെ റൂഹ് പിരിയുന്നത് വരെ. അതിന്റെ ഇടയിൽ കുറെ സ്ത്രീകൾ വന്നിട്ട് ഈ എന്റെ വീഡിയോ ഒന്ന് റീച്ച് ആവണമെങ്കിൽ ഈ സയ്യിദവറുകളെ പിടിച്ചാൽ മതി. പക്ഷെ ആ സയ്യിദവറുകളെ പിടിച്ചോളി, പക്ഷെ വിവാദങ്ങളും വേണ്ടാത്തതും പറഞ്ഞിട്ട് നിങ്ങൾ വീഡിയോ ഇറക്കിയാൽ നാളെ നിങ്ങളും ഹിസാബ് അള്ളാഹിനോട് പറയേണ്ടി വരും. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ഈ കാണിക്കുന്ന നെറികേടിന് അള്ളാഹുവിനോട് പറയേണ്ടി വരുന്ന അത്രത്തോളം വരില്ല ഈ ആളുകള് നിങ്ങളെ മാനിപ്പാനും സ്മരിച്ചാൽ തന്നെ. കാരണം ഇത്ര ആളുകളെ, ആയിരക്കണക്കിന് ആളുകളെ പറ്റിച്ച് വഞ്ചിച്ച് ജീവിക്കുന്ന നിങ്ങൾക്ക് അർഹതപ്പെട്ടത് ചിലത് ആളുകൾ തരും. അതിന് അവരും അള്ളാഹുവുമായിട്ട് കണ്ടോളും. നിങ്ങൾ ഈ കാണിക്കുന്ന നെറികേടിന് നിങ്ങളും അള്ളാഹുവുമായിട്ട് കാണേണ്ടി വരും. കുലുവല്ലാഹും യാസീനും സലാത്തുൽ ഫാത്തിഹ ചെല്ലിയൊക്കെയാണ് അള്ളാഹിന്റെ എത്തുന്ന കൊട്ടും അല്ല ആ കൊലവന്റെ എത്തുന്ന കൊട്ടുമെങ്കിൽ നിങ്ങൾ ചെല്ലണ്ട. പച്ച കൊലവനാണ് അയാള്. കൊലവെന്ന് പറയാൻ അയാൾക്ക് കുറച്ച് മുതലുണ്ടാക്കാനുള്ള പണി അയാൾ എടുക്കുക. ആദ്യം അയാൾ ആ ബേക്കിലുണ്ട് 2 ബാലുണ്ടല്ലോ മുടിന്റെ വാല്, അതിന് വെട്ടിയിട്ട് അയാളെ നല്ലോണം ചവിട്ടത്ത് 4 പൂച്ചണം. ആരെങ്കിലും ഇഞ്ചെട്ടുകൾ വരും. ഞാൻ പറഞ്ഞ ഞാൻ പോയി കണ്ട മനുഷ്യനാ. എല്ലാവരും വാട്സപ്പിലും ഗ്രൂപ്പിലും കണ്ടതില്ല. ഞാൻ അയാളെ കാൽക്ക കുത്തുന്ന മനുഷ്യൻ. നിങ്ങൾ ശ്രദ്ധിക്കണം. ഇറക്കുമ്പോ ചിന്തിക്കുക, പറയുന്നത് എന്താണെന്ന് നല്ല ചിന്തിക്കുക. അഹ്ലു ബൈത്ത് തന്നെടോ, അഹ്ലു ബൈത്തായി അള്ളാഹു ജനിപ്പിച്ചു തന്നു തന്നെ. ഇത് വല്ലാത്തൊരു കഥ. ഇടക്കിടക്ക് അഹ്ലു ബൈത്ത് പറയാനുള്ള കുട്ടിയേക്ക്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാ. നിങ്ങൾ നാട്ടുകാർക്കും നല്ല സംശയം. ഏറ്റവും വലിയ സംശയം നിങ്ങൾ ഉൾക്കൊള്ളുന്ന സമസ്ത എന്ന് പറയുന്ന സംഘടനയ്ക്ക് തന്നെയാണ്. അതിന്റെ ഉന്നത നേതാക്കൾ മുഴുവൻ പറഞ്ഞു നിങ്ങളൊരു അഹ്ലു ബൈത്തും അല്ല, ഇങ്ങനെ ഒരു കുടുംബം തന്നെ കേരളത്തിൽ ഇല്ല എന്നും പറഞ്ഞു. കേരളത്തിന് അപ്പുറത്ത് എന്തായാലും അഹ്ലു ബൈത്ത് ഇല്ല. കേരളത്തിലെ മുക്കിലും മൂലയിലും കക്കൂതിലും കുളിമുറിയിലും ഒക്കെ അഹ്ലു ബൈത്താ. പറഞ്ഞിട്ട് കാര്യമില്ല. അത് അങ്ങനെ ശീലമായി പോയി. കഴിഞ്ഞ ഈ ലോകം അവസാനിക്കുന്നവരെ അങ്ങനെ തന്നെ. കാരണം തൊഴിലെന്ന് പറഞ്ഞാൽ പല രീതിയിലുണ്ടല്ലോ. സമ്പാദ്യം നേടാൻ ആളുകൾ പല തൊഴിൽ കൊടുക്കുന്നുണ്ട്. അതിലൊരു തൊഴിലായിട്ട് ഇതും കണക്കൂട്ടെന്ന് മാത്രം. ചെക്ക് ചെയ്യാ. നിങ്ങളോട് പല തവണ പറഞ്ഞിട്ടുണ്ട് ഞങ്ങള് എങ്ങനെയാണ് ജീവിച്ചത്. പിന്നെ നിങ്ങൾ ഒരു വാക്ക് പറയുന്നത് 25 കൊല്ലം കൊണ്ട് എങ്ങനെയാണ് തങ്ങളായി വന്നതെന്ന് കുറെ ആൾക്കാർക്ക് ഒരു സംശയമുണ്ട്. 25 കൊല്ലം എന്ന് പറഞ്ഞാല് ഞങ്ങൾ അടിയിലുള്ള ജീവിതം, ഞങ്ങൾ കഷ്ടപ്പാടും കണ്ണീരുമായി ജീവിച്ച് ഞങ്ങൾ ഒരു നിലയിലെത്തിയപ്പോ ഞങ്ങൾ അവിടുന്ന് അഹ്ലു ബൈത്ത് ഉയരാൻ തുടങ്ങിയപ്പോ പലർക്കും അസൂയയോ അതല്ല എനിക്ക് മനസ്സിലാണില്ല കേട്ടോ. അള്ളാഹു താല നേരിട്ട് ഇറക്കിയ അഹ്ലു ബൈത്തായിട്ട് നിങ്ങൾക്ക് കഷ്ടപ്പാടും കണ്ണീരും ഉണ്ടായിരുന്ന ഒരു കാലുണ്ട്. എന്നിട്ട് പിന്നെ നിങ്ങൾ എങ്ങനെയാണ് കരകയറി വന്നത് മനസ്സിലാവണില്ല. ആകാശത്ത് നിന്ന് അള്ളാഹു പൈസന്റെ കെട്ട് ഇറക്കി തന്നോ,
അത് നിങ്ങൾ ആൾക്കാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കിയോ? കിബറും വന്നിട്ടാണ് നിങ്ങൾ ഈ വീഡിയോകൾ ഇറക്കുന്നത്. പല പെണ്ണുങ്ങളും ഇതിന് ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. ഇത് സയ്യിദവറുകൾ പറഞ്ഞതുപോലെ തന്നെ തളരൂല, അത് അങ്ങനെ തന്നെ നിലനിന്നു പോകും. പല പെണ്ണുങ്ങളും തന്നെയാണ് ഇതിനിറങ്ങുക. കാരണം നിങ്ങളെ ലൈവ് എടുത്ത് നോക്കി നിങ്ങൾക്ക് തന്നെ അറിയാം, അതിൽ കൂടുതലും പെണ്ണുങ്ങൾ തന്നെയാണ് പറ്റിക്കപ്പെടുന്നത്. കൂടുതലും പെണ്ണുങ്ങളാണ്. ഒരു പ്രവാസിന്റെ വോയിസ് ഞാൻ ഇന്നലെ കേട്ടത്, എത്രയോ മാസങ്ങൾക്ക് മുമ്പ് യൂട്യൂബിൽ വന്നതാ. ആ പ്രവാസി പറയാണ് തങ്ങൾ പാപ്പ പെരയിൽ ഇങ്ങനെ വരൽ തുടങ്ങി, എന്നിട്ട് പിന്നെ ഇയാളെ വേണ്ട ആർക്ക്, ചെങ്ങായിന്റെ ഭാര്യക്ക്, അങ്ങനെ ലാസ്റ്റ് ഡിവോഴ്സ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ടാണ്? തങ്ങൾ ഈ പറഞ്ഞ തങ്ങൾ പാപ്പാന്റെ ഗുണമാണ്, എന്റെ കാരണവരെ ഗുണം. കാര്യങ്ങളാണ്. ഒരു അഹ്ലു ബൈത്തിനെയാണ് നീ പറയുന്നത്, അത് നല്ല മനസ്സിലാക്കണം. ഇതിന്റെ അടിയിലും അഹ്ലു ബൈത്തിങ്ങൾ കൂടെയുണ്ട്. എല്ലാവർക്കും ഹക്കറിയാം, പക്ഷേ എല്ലാവർക്കും ഹക്കറിയില്ല. നിങ്ങൾക്ക് മാത്രം അറിയുന്ന ഹക്കാണ് നിങ്ങൾ അഹ്ലുബൈത്താണെന്നുള്ളത്. കേരളത്തിലുള്ള സമസ്തന്റെ നേതാക്കന്മാരും കേരളത്തിൽ ബാക്കിയുള്ള അഹ്ലുബൈത്താണെന്ന് പറഞ്ഞ് നടക്കുന്നവർക്ക് ഒന്നും അറിയാത്തൊരു ഹക്കാണ് നിങ്ങൾ അഹ്ലുബൈത്താണെന്നുള്ളത്. എല്ലാവരും നിങ്ങളെ നിഷേധിച്ചതുമാണ്. അതുകൊണ്ട് കൂടുതൽ ന്യായീകരിക്കാതെ ഉണ്ടാതിരുന്ന് എടുക്കണ പണിയെടുത്തു, അതാണ് എനിക്ക് നന്നാവുക. ഇല്ലെങ്കിൽ എന്താ പറയുക, വീണ്ടും വീണ്ടും വഷളാവും. വെറുതെ അഹ്ലുബൈത്ത് ഇടക്കിടക്ക് പറഞ്ഞ് ആളുകളെ കൊണ്ട് ചോദ്യം ചെയ്യിപ്പിച്ച് ആളുകളെ കൊണ്ട് അതിന്റെ അടിയാധാരം അടക്കാൻ നിൽക്കണ്ട. എല്ലാവർക്കും വേണ്ടത് എന്താണ്? അവരുടെ ചാനലുകൾ റീച്ച് ആകുക. ഇന്ന് തുറന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ അനക്കും വേണ്ടത് എന്റെ ചാനൽ റീച്ച് ആവുക എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ ഈ വിഷയം എടുത്തിട്ടത്. ഇപ്പൊ അനക്ക് ഈ വീഡിയോ ഇടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പൊ എല്ലാവർക്കും തന്നെയാണ് ആവശ്യം. ഇജും എന്റെ അന്നത്തിന് വേണ്ടി കളിക്കണു, ബാക്കിയുള്ളവരും അങ്ങനെ കളിക്കണമെന്ന് വിചാരിച്ചല്ല. ബാക്കിയുള്ളവരും അന്നത്തിന് വേണ്ടി, ഇജാവുമ്പത് എന്തോ ഈമാനിക പ്രവർത്തനം. ആരോടാണ് ഈ പറയണത്? കുറച്ചൊക്കെ ആൾക്കാർക്ക് ബുദ്ധി ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട്. ഓക്കെ എന്നാല്.